ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും മനസ്സിലാവാതെ പോകുന്ന ജീവിതശൈലി രോഗമായിട്ട് പറയുന്നത് അമിതവണ്ണം എന്നാണ്. അല്ലെങ്കിൽ ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് വളരെ പെർസെൻറ്റേജ് കൂടുതലാവുന്നത്. അത് പക്ഷേ പലർക്കും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ പോലും അതും അസുഖങ്ങളായിട്ടുള്ള കണക്ഷൻ മനസ്സിലാവാതെ പോകുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതവണ്ണം കാരണം ആണ് പല അസുഖങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ഈ മാക്സിമം പോയ വണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ അവസാനിക്കും. പക്ഷേ ശരിക്കും ഈ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ആവശ്യം വരുന്നത് തന്നെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും അപാകതകൾ കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറാറില്ല. വണ്ണം കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനായിട്ട് മരുന്നുകൾ കാണുന്നുണ്ട്. അപ്പം ഒരു വശത്ത് ജീവിതശൈലിയുടെ പ്രശ്നം കാരണം ഈ വണ്ണം വരുന്നു, ആ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മരുന്നുകൾ അന്വേഷിച്ച് നടക്കുന്നു. അപ്പം ശരിക്കും ഈ മെഡിക്കൽ പ്രാക്ടീസിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കറക്റ്റായി വരാൻ സാധിക്കുക? ഏത് മരുന്ന് ഇപ്പോൾ ഡയബറ്റീസിന് വേണ്ടി മരുന്ന് എടുത്തിരിക്കുന്ന ഒരു മരുന്നിൻ്റെ അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഒരു ബ്രോഷർ ഉണ്ടാകും. ആ ബ്രോഷറിനകത്ത് നോക്കിയാൽ പേഷ്യൻസിനും അവൈലബിൾ ആയിട്ടുള്ള അതാണ്. അതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം ജീവിതശൈലി ഭക്ഷണവും എക്സസൈസും കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഉപയോഗിക്കാനായിട്ട് മാത്രമാണ് എന്നാണ്. ഇപ്പം ഇൻസുലിൻ മിക്സ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻസുലിൻ ഉണ്ടല്ലോ, അതിൻ്റെ എടുത്ത് നോക്കിയാലും അതായിരിക്കും. ഏത് ഡയബറ്റിക് മെഡിസിൻ്റെ എടുത്ത് നോക്കിയാലും അതിൻ്റെ ജീവിതശൈലി ക്രമീകരിക്കുന്നതിനോടൊപ്പം സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന GLP-1 മരുന്നുകളെ കുറിച്ചുണ്ടല്ലോ. വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള മരുന്ന്, വെയിറ്റ് കുറയ്ക്കാൻ, ഡയബറ്റീസ് കുറയ്ക്കാൻ, ഏറ്റവും വെയിറ്റ് കുറയ്ക്കാനെന്നും പറഞ്ഞാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.